ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോംപ്ലിക്കേഷൻസ് ഓഫ് ഹയാറ്റൽ ഹെർണിയ. It include ulceration, hemorrhoids, strangulation, aspiration of gastric contents, peritonitis and mediastinitis ഇതൊക്കെയാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻസ് ഓഫ് ഹയാറ്റൽ ഹെർണിയയിൽ വരുന്നത്. ഇനി അസസ്മെൻറ്റ്സിൽ പേഷ്യൻറ്റ് വിൽ കംപ്ലൈൻറ്റ് ഓൺ ഹാർട്ട് ബേൺസ്, പേഷ്യൻറ്റ് വിൽ ഓൾവേസ് ഹാവ് എ സെൻസ് ഓഫ് ഫുൾനെസ്. അതായത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻറ്റ് വിൽ ബി ഫുള്ള്. റിഗർജൈറ്റേഷൻ, വൊമിറ്റിങ് ആൻഡ് ഡയസ്ഫാജിയ, ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് ഇതൊക്കെയാണ് പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് ചെയ്യുന്ന അസസ്മെൻറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് ഇൻ്റർവെൻഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ GRDയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കുറേ മെഡിക്കൽ സർജറി മാനേജ്മെൻറ്റ് പറഞ്ഞു. അതിന് സിമിലർ ആയിട്ടുള്ള മെഡിക്കൽ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ് ഹയാറ്റൽ ഹെർണിയയ്ക്കും ഉള്ളത് തന്നെ. Patient should avoid certain food like coffee, chocolate, carbonated beverages, smoking, cigarettes, alcohols. ഇതൊക്കെ പേഷ്യൻസിനോട് അവോയ്ഡ് ചെയ്യാൻ പറയാം. അപ്പോൾ സ്പിൻചർ മസിൽസ് വീക്ക് ആവാതിരിക്കും. ആൻഡ് ദ പേഷ്യൻറ്റ് ഷുഡ് അവോയ്ഡ് സർട്ടൈൻ മെഡിക്കേഷൻസ് വിച്ച് ഡിലേ ദ ഗ്യാസ്ട്രിക് എംറ്റൈം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആൻറ്റികോളിനർജിക്സ്, എൻസൈഡ്സ് ഇതുപോലുള്ള മെഡിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാം. അതുപോലെ പേഷ്യൻറ്റിനോട് അഡ്വൈസ് ചെയ്യുക, അഡ്വൈസ് ടു ഹി ഓർ ഷീ ഷുഡ് ടേക്ക് ഫ്രീക്വൻറ്റ് മീൽസ് ഇൻ ലിമിറ്റഡ് പോർഷൻ. പേഷ്യൻറ്റ് ഷുഡ് റെസ്ട്രിക്ട് ദ ഇൻടേക്ക് ഓഫ് ലിക്വിഡ്സ് വൈൽ ഈറ്റിംഗ്. വേറെ ഒരു ഇൻ്റർവെൻഷനാണ് ഷുഡ് ബി അഡ്വൈസ് ടു നോ ടു ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ 1 hour ഓഫ് ഈറ്റിംഗ്. അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് എടുക്കാതെ ഇരിക്കാൻ പേഷ്യൻറ്റിനോട് അഡ്വൈസ് ചെയ്യുക. മെഡിക്കൽ മാനേജ്മെൻറ്റ് ആർ നോട്ട് ഫൗണ്ട് ടു എഫക്റ്റീവ്. ദ പേഷ്യൻറ്റ് ക്യാൻ ഗോ ഫോർ സർജിക്കൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.